അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലും പഞ്ചാബിലും സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ സംസ്ഥാന ഇൻചാർജർമാരെ പ്രഖ്യാപിച്ച ബി ദേശീയ നേതൃത്വം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനവും രാഷ്ട്രീയ തന്ത്രങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചുമതലകൾ നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ഇൻചാർജായി ബി ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ വിനോദ് താവ്ഡെയെയാണ് നിയമിച്ചിരിക്കുന്നത്. ദേശീയ സെക്രട്ടറി ജഗദീഷ് ഈശ്വർ ഭായ് പട്ടേലിനാണ് സഹ ഇൻചാർജ് ചുമതല. പഞ്ചാബിൽ ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ സതീഷ് പൂനിയയെ സംസ്ഥാന ഇൻചാർജായി നിയോഗിച്ചു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് പുതിയ നിയമനങ്ങൾ പ്രഖ്യാപിച്ചത്. പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിർണായകമായ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും പുതിയ ഇൻചാർജർമാരെ നിയമിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംഘടനാപരമായി നേരിടുന്നതിനുള്ള ബി തയ്യാറെടുപ്പുകൾ ഇതോടെ കൂടുതൽ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സംസ്ഥാനങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശിൽ തുടർച്ചയായ മൂന്നാം നിയമസഭാ വിജയമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും നേതൃത്വത്തെ മുൻനിർത്തിയാകും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുക. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം സംഘടനാ തലത്തിൽ ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെ പ്രവർത്തനം ശക്തമാക്കാനാണ് പാർട്ടിയുടെ നീക്കം. ഉത്തർപ്രദേശിൽ ബി മുന്നിലുള്ള പ്രധാന വെല്ലുവിളി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യവും പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യവും സംസ്ഥാനത്തെ ജാതി സാമൂഹിക സമവാക്യങ്ങളും കണക്കിലെടുത്തായിരിക്കും ബി പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ വിനോദ് താവ്ഡെയുടെ നിയമനം ഏറെ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. പഞ്ചാബിലും ബി ഇത്തവണ കൂടുതൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനത്ത് കോൺഗ്രസും ബി പ്രധാന എതിരാളിയാണ്. സംസ്ഥാനത്ത് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സംഘടനയെ അടിത്തട്ടിൽ ശക്തിപ്പെടുത്തുക എന്നതാണ് പുതിയ ഇൻചാർജിന്റെ പ്രധാന ദൗത്യം. അതേസമയം ബി ശിരോമണി അകാലിദളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധവും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളിൽ നിർണായകമാകാനിടയുണ്ട്. വർഷങ്ങളായി നിലനിന്നിരുന്ന ശിരോമണി അകാലിദൾ സഖ്യം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇരു പാർട്ടികൾക്കിടയിലും ചർച്ചകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സഖ്യം യാഥാർത്ഥ്യമാകുമോ എന്നത് വ്യക്തമല്ലെങ്കിലും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിനിടെ ബി പുതിയ ദേശീയ ഭാരവാഹി പട്ടികയും പാർട്ടിക്കുള്ളിലെ വലിയ തലമാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. 13 ദേശീയ ഉപാധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിയ പട്ടികയിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളാണ്. 13 ഉപാധ്യക്ഷന്മാരിൽ 9 പേരും പുതിയ മുഖങ്ങളാണ്. രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയ്ക്കും ദേശീയ ഉപാധ്യക്ഷ പദവി നൽകിയിട്ടുണ്ട്. 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരെയും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 6 പേരും പുതുമുഖങ്ങളാണ്. സുനിൽ ബൻസാളിനെയും വിനോദ് താവ്ഡെയെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന രീതിയിലാണ് പുതിയ ടീമിന്റെ ഘടനയെന്നാണ് വിലയിരുത്തൽ. 16 ദേശീയ സെക്രട്ടറിമാരിൽ 15 പേരും പുതുമുഖങ്ങളാണ്. ഇതിലൂടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുതിയ നേതൃനിരയെ ദേശീയ സംഘടനയുടെ ഭാഗമാക്കുകയാണ് ബി ലക്ഷ്യമിടുന്നതെന്ന വിലയിരുത്തലുമുണ്ട്. പാർട്ടിയുടെ മാധ്യമ വിഭാഗ